അപ്പോൾ റിവ്യൂ ചെയ്യാൻ വന്നത് കേസർ ഗുജറാത്തിന്റെ സ്വന്തമാണ്. അവിടുത്തെ ഒരു നാട്ടുമാവാണ്. പോളിയംബ്രിയോണിക് ബഹുഭൂമിയായ ഒരു നാട്ടുമാവ്. അസല് നാട്ടുമാവ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള കൊമേഴ്ഷ്യലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു. അവിടെ അവർ എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യലായിട്ട് ഈ കേസർ മാത്രമേ ചെയ്യുന്നതാണ് അല്ലേ? കൊമേഴ്ഷ്യലി ഗുജറാത്തിൻ്റെ പല ഏരിയയിലും കേസർ മാത്രം. ഞങ്ങൾ അവിടുന്ന് ഒരു 200 കിലോമീറ്റർ സഞ്ചരിച്ചു ഈ ഫാമിലേക്ക്. അവിടെ 200 രൂപ വേറൊരു മാങ്ങ കണ്ടില്ല കേട്ടോ. കേസർ മാത്രമല്ല, കേസർ മാത്രം. വേറെ സിംഗിൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇന്ത്യയിൽ നിന്ന് മെയിൻ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ കേസറാണ്. നല്ലൊരു ശരിക്കും പേര് ഗീർ കേസർ എന്നാ പറയുന്നത്. ഗീർ കേസർ. ജംബോ കേസർ വേറൊരു ഇനമാണ്. അതൊക്കെ കുറച്ചുകൂടെ വലിയൊരു, അത് വേറെ ഇനമാണ്. ഷേപ്പിലൊരു സാദൃശ്യമുണ്ട്, പക്ഷെ അത് കേസർ അല്ല. കേസറിന്റെ ഒരു സീഡ്ലിംഗ് കുറവാണ്. ഇതിന് GI സർട്ടിഫിക്കേഷൻ ജി ടാഗ് ഇല്ല, മാങ്ങി ജി ടാഗ് ഉണ്ട്. ഗീർ കേസറിനാണ് അത് GI ടാഗ്. ആവറേജ് ഒരു ബിലോ 300 ഗ്രാം ആവറേജ് ഉണ്ട്. ഇതിപ്പോ 278 ഗ്രാം ഉണ്ട് ഈ ഒരു മാങ്ങ. ഇത് 75 300-350 വരെയൊക്കെ പോകും. അത്ര ഈ വർഷം മഴ കൂടുതലുണ്ടായിരുന്നു, അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നം മാങ്ങുണ്ട്. ഈ ഒരു കൊക്ക് പെട്ടെന്ന് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. ഒരു മാങ്ങക്ക് ഒരു സ്മെല്ല് കുറവില്ലേ ഇപ്രാവശ്യം? നല്ല കുഴപ്പമില്ല, സ്മെല്ലുണ്ട്. അവിടെ മഴ മറ്റത് ശരിക്കും കേസറൊക്കെ കറക്റ്റ് കഴിച്ച കേസറൊക്കെ സ്മെല്ല് ഇങ്ങനെ കയറി വരും. ഇപ്രാവശ്യം മഴയുടെ സ്മെല്ലുണ്ട്, നല്ലൊരു സീരിയസ് സ്മെല്ലാണ്, അടിപൊളിയായിരുന്നു. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗീറിൻ്റെ പ്രൈഡാണ് ഗീർ കേസർ. വേറെ എന്താണ് കേസറിനെ കുറിച്ച്? അതിന്റെ കളർ, ഉള്ളിലെ കളർ എന്തുകൊണ്ടാണ് കേസർ കളർ? കേസർ എന്ന് പറഞ്ഞാൽ കുങ്കുമം, സാഫ്രാൻ. ഓക്കെ, അതിന്റെ ഒരു ഈ കളറിനാണ് പൊതുവെ കുങ്കുമ കളർ എന്നാണ് പറയുന്നത്. കളർ വീഡിയോയിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന അറിഞ്ഞൂടാ. ഒരു രക്ഷയില്ലാത്ത കളർ, നല്ല ഒരു സ്വീറ്റ് സ്മെല്ലാണ്. നല്ല സ്മെല്ല്, അടിപൊളി ഗുഡ് സ്മെല്ലാണ്. സംഭവം ഇല്ല, ഞാനെന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് TSS നോക്കാം. എന്തായാലും വലിയ ഓവർ TSS ഉള്ള ഒരു മാങ്ങയൊന്നും അല്ല ഈ കേസർ. അതും കൂടെ കുഴപ്പമില്ല. കമോൺ എവരിബഡി. ഇന്ന് പ്രശസ്ത മാങ്ങ വിദഗ്ധൻ സിറാജിൻ്റെ കൂടെയാണ്. ഒരു 20 കാണും കേട്ടോ. ഉണ്ടാവുമോ? 22 19. എന്തായാലും ഒരു ഈ കേസറിൻ്റെ ഒരു ടിപ്പിക്കൽ ഇത് തന്നെയാണ്. മൈ ഗാഡ്, കണ്ണ് തെറ്റി ഗായ്സ്, കണ്ണ് തെറ്റി. ഇല്ല, കഴുകണ്ട. അത് സിറാജ് കഴിച്ചോളും. അത്രയില്ല. ആ തൊലിയോടെ അല്ലേ ചെറിയൊരു ഫ്രഷ്നെസ് കയറി വരണ്ട് അല്ലേ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഒരു പാലിൻ്റെ അല്ലേ, ഒരു പേടൊക്കെ കഴിക്കുന്ന നമ്മൾ ഹൽവ. ഇപ്പൊ ഷാഫിക്ക് നമ്മളെ ഗ്രൂപ്പിൽ പറയണ്ട ഒരു ഹൽവയുടെ ഒരു കുറച്ച് സൗണ്ട് പറയാം. ഹൽവയുടെ ഒരു ടേസ്റ്റ് നമ്മുടെ ഷാഫി എപ്പോഴും പറയുന്നതാണ്. അരിയൽവ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേസർ. ചെറിയൊരു പാൽ ടേസ്റ്റും ചെറിയൊരു സിട്രസ് എവിടെ കയറുന്നുണ്ടോ? സിട്രസ് കയറുന്നുണ്ട്. എനിക്കൊരു പാലിൻ്റെ ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. നല്ല ജ്യൂസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ അണ്ടി സൈഡ് പുളിപ്പില്ല. ജ്യൂസിയാണ്, ഫ്ലഷിന് അവിടുന്ന് കഴിച്ചപ്പോൾ എത്ര ടേസ്റ്റിലേക്ക് രസമുള്ള മാങ്ങ കേട്ടോ. സൂപ്പർ മാങ്ങ. നമുക്ക് കാണുമ്പോൾ നല്ല കട്ടുള്ള ഫ്ലഷ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ല ജ്യൂസിയാണ് ഫ്ലഷ്. പൈപ്പ് കുറവുണ്ട്, ഇത് കുറച്ച് കുറവായിട്ട് നല്ല രസമുണ്ട്. നാര് നരമ്പ് അണ്ടിയോട് കുറച്ചൊരു നാര്. തൊലിയുടെ പുറമേ ഡിസ്റ്റർബൻസ് അല്ല, തൊലിക്ക് കയ്പില്ല. വേറെ എന്തെങ്കിലും തൊലിയുടെ പുറമേയായിട്ട് ചെറിയ ഞാറുണ്ട്, ചെറിയ രീതി. അത്ര വലുതെന്ന് പറയാൻ പറ്റില്ല. വേറെ ചെറിയൊരു ചുണക്കുത്തുണ്ട്. ഇത് കുറച്ച് പഴുത്തില്ല, പഴുപ്പ് കുറവുണ്ട്. അതിൽ ചെറിയൊരു ചുണയുടെ ടേസ്റ്റ് ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്, നമുക്ക് കഴിക്കാൻ സൂപ്പറാണ്. നമ്മുടെ നാട്ടിൽ ഇത് വെച്ച് കഷ്ടപ്പെടണോ എന്നുള്ളത് സ്ഥലമുള്ളവർ, നല്ല സ്ഥലമുള്ളവർക്ക് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്ഥലമുള്ളവർക്ക് കായ്ക്കുന്നുണ്ട്. വലിയ മഴയൊക്കെ പെയ്താൽ ക്ഷീണമാണ്. അവിടെ തന്നെ മഴ പെയ്തിട്ട് ഗുജറാത്തിലെ കർഷകരെ ചുമ്മാ കിടന്ന് കരയുന്നുണ്ട്. കാരണം അതിൻ്റെ ഫ്ലേവർ പോയി, മണം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ മഴയ്ക്ക് തന്നെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്കിത് കണ്ടറിയണം എന്താണ് ഇതിൻ്റെ കാര്യമെന്ന്. ഇതുപോലെ കാണുമ്പോൾ നല്ല കട്ടിയിലാണ്. ഒരു കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പ്രൊഫൈൽ എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടേസ്റ്റ് പ്രൊഫൈൽ എങ്ങനെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക? അതായത്
എനിക്ക് തോന്നുന്നത് ഒരു മിൽക്കിഷ് ഫ്ലേവർ കയറി വരുന്നുണ്ട്. മിൽക്ക് ഫ്ലേവറും ചെറുതായിട്ടൊരു സിട്രസ് നോട്ട് ഉണ്ട്, ചെറുത്, അത് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്. പുളിപ്പില്ല അതിന്, പുളിപ്പില്ല. പിന്നെ സ്വീറ്റ്നെസ് ഒരു പാകം മധുരമാണ്. കഴിക്കാൻ പറ്റുന്നു, കഴിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് മടുപ്പ് വരാത്തൊരു, എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് തോന്നില്ല. നല്ലൊരു നമ്മളല്ല ഒരു അരിയലുവ കഴിക്കുന്ന ഒരു ഫീല്. അരിയലുവ ഓവർ മധുരമില്ല, ആ ഒരു പൊടി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ചെറുതായിട്ട്. ഓവർ മധുരമില്ല. വേറെ എത്രയും കഴിച്ചുകൊണ്ടിരിക്കാം, അതിന് പറ്റിയല്ലേ. നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരുന്നില്ല, എങ്ങനെ കഴിക്കുക. ഭാഗത്ത് കഴിക്കുമ്പോൾ നല്ല സ്വീറ്റ്നെസ് വരുന്നുണ്ട്, ഞെട്ടി ഭാഗത്ത് സ്വീറ്റ്നെസ് വരുന്നുണ്ട്. ഞെട്ടി ഭാഗത്ത് കൂടുതൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഫീൽ അല്ല കിട്ടുന്നത്. അത് പഴുപ്പിന്റെ ചെറിയ മാറ്റം കൊണ്ടാണ്. എന്തായാലും പഴുപ്പ് കുറഞ്ഞുകൊണ്ടാണ്. പഴുപ്പ് കുറഞ്ഞതിന് ചെറിയൊരു ഇതുണ്ട്, ചുണക്കുത്ത് ചെറിയ രീതിക്ക് കിട്ടുന്നുണ്ട്. നല്ല പഴുത്തതിന് ആ ചുണക്കുത്തില്ല, പക്ഷേ പഴുപ്പ് കുറയുന്നതിന് അനുസരിച്ചിട്ട് ആ ചുനയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പല ആളുകൾ പല ക്വാളിറ്റിയുള്ള മാമ്പഴങ്ങൾ കഴിക്കുമ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഓവറോൾ എന്താണ് കേസറിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല മാങ്ങയാണ്, അടിപൊളി മാങ്ങ, നല്ല ബെസ്റ്റ് മാങ്ങയാണ്. നമുക്ക് എത്രയും കഴിക്കാൻ പറ്റിയൊരു മാങ്ങയാണ്. പക്ഷേ നമുക്ക് ഇവിടെ കായപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ചിലപ്പം കിട്ടിയെന്ന് വരും. സ്ഥലം കുറവുള്ളവരൊന്നും മെനക്കെടാത്തതല്ലേ. മെനക്കെടണ്ട, വെറുതെ അതിന് മെനക്കെട്ടൊരു കാര്യമില്ല. ചട്ടിയിലും ഡ്രമ്മിലൊന്നും വെച്ച് മെനക്കെടാ, വെറുതെ കാശ് കൊടുത്ത് മേടിച്ച് വെറുതെ സമയം കളയണ്ട. അതിന് നല്ലത് ഇതേപോലത്തെ എവിടെന്നെങ്കിലും കുറച്ച് കാശ് കൊടുത്ത് മാങ്ങ മേടിച്ചിട്ട് കഴിക്കുക, എവിടെ നിന്ന് പുറത്ത് വരുത്തുന്ന ചെയ്തിട്ട് കഴിക്കാം. നമ്മുടെ നാട്ടിൽ ഭാവിയിൽ നല്ല രീതിക്ക് വന്നുകൂടാന്നില്ല, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും വെക്കണ്ട. കാരണം വെച്ച് മെനക്കെട്ട് അതിലും നല്ല മാങ്ങകൾ നമുക്ക് കിട്ടും. ഇവിടെ പെർഫോം ചിലപ്പോൾ തന്നെ വേരിയൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ആയിരം സമയം എടുക്കും. ദാറ്റ്സ് ഓൾ അബൌട്ട് കേസർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, ബൈ. ഓക്കെ.